മുന്തിരി വള്ളിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടംപോലെ മുന്തിരി ഇതിലുണ്ടായതാണ്. അപ്പോൾ നമ്മളിതൊന്ന് പ്രൂൺ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഒരു പ്രാവശ്യം മുന്തിരി ഉണ്ടായ കമ്പുകളിൽ പിന്നെ മുന്തിരി ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിലൊന്നും ഇനി മുന്തിരി ഉണ്ടാകത്തില്ല. മുന്തിരി ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായ കായ്ച്ച കമ്പുകളിൽ നിന്നും അതിൽ നിന്ന് പുതിയ നാമ്പ് വരും. ആ നാമ്പിലാണ് നമുക്ക് മുന്തിരി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും സാധനം നിർത്തിക്കൊടുന്നൊരു കാര്യമില്ല. നമുക്ക് മുന്തിരി ഉണ്ടാകേണ്ടത് ഈ ഒരു ഹൈറ്റിലാണ്, ഇവിടെയാണ് വരേണ്ടത്. ഇതിപ്പോൾ നിർത്തിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ പുതിയ ഷൂട്ട്സൊക്കെ അങ്ങനെ അങ്ങോട്ടൊക്കെ മുകളിലേക്കൊക്കെ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുന്തിരി ഉണ്ടാകും. അപ്പോൾ നമ്മളിതൊന്നും നിർത്തണ്ട. നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 തരത്തിലാണ് പ്രൂണിങ് നടത്തുന്നത്. ഒന്ന് കോഡോൺ സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റത്തിലും, രണ്ടാമത്തെ സിസ്റ്റത്തിൻ്റെ പേര് കെയിൻ സിസ്റ്റം. ഈ കെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു കമ്പ്, ഈ ഒരു കമ്പ് ഇങ്ങനെ നേരെ പിടിച്ചിങ്ങനെ വെച്ചാൽ മതി. ഒരു 10 ബഡുള്ള ഒരു കമ്പ് ഇങ്ങനെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുതിയ മുന്തിരി ഉണ്ടാവും. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കോഡോൺ എന്ന് പറയുന്ന സംഭവമാണ്. കാരണം ഈ ഒരു സാധനം പെർമനൻ്റ് ആണ്. ഇത് ഏകദേശം ഒരു 5-6 വർഷമായിട്ടുള്ള സാധനമാണ് ഈ ഒരു തണ്ട്. അത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ പ്രൂണിങ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തൊട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഉണ്ടായ കമ്പാണ് ഇത്. കഴിഞ്ഞ വർഷം ഉണ്ടായ കമ്പാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ ഒരു ബേസ് ബഡ് വിടുക, ഫസ്റ്റ് ബഡ് വിടുക, സെക്കൻഡ് ബഡിന് മുകളിലായിട്ട് നമ്മൾ ഇങ്ങനെ പ്രൂൺ ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ നോക്കുക, ബേസ് ബഡ്, ഫസ്റ്റ് ബഡ്, സെക്കൻഡ് ബഡ്. അങ്ങനെ സെക്കൻഡ് ബഡിന് മുകളിൽ ചുമ്മാ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്നും നമുക്ക് വേണ്ട. അപ്പം ഇതേ നിന്ന് വരുന്ന പുതിയ കമ്പുകളിൽ മുന്തിരി ഇഷ്ടംപോലെ ഉണ്ടായിക്കോളും. വളരെ ഈസിയാണ് മുന്തിരി പ്രൂൺ ചെയ്യുന്നത്. ഇത് മതി, നമുക്ക് ഒരു സ്ഥലത്ത് ഒരെണ്ണം മതി. പിന്നെ ഒരു ബഡിൽ നിന്ന് അടുത്ത ബഡ് ഏകദേശം ഒരു 5 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ലെങ്ത് പറയാറുള്ളത്. ഈ സാധനമൊക്കെ നമുക്ക് വേസ്റ്റാണ്. ഇത് നമുക്ക് നേരെ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തൈ ഉണ്ടാക്കാം. ഒരു സ്ഥലത്തുനിന്ന് ഇതുപോലത്തെ ഒരു കമ്പ് മാത്രം നിന്നാൽ മതി. അപ്പോൾ നമുക്ക് ഈ സാധനം വേണ്ട. ഇവിടെ ഇപ്പോൾ 2 ഉണ്ട്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരെണ്ണം നിർത്തിയാൽ മതി. മുന്തിരി പ്രൂൺ ചെയ്യേണ്ട സമയത്ത് പ്രൂൺ ചെയ്യണം. കാരണം നമ്മൾ ഒത്തിരി ബഡ് മൂവ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞ്, അതായത് ഇത് ഇപ്പോൾ മുന്തിരി ടെക്നിക്കലി ഉറങ്ങുകയാണ്, ആ സമയത്ത് വേണം നമ്മളിത് പ്രൂൺ ചെയ്യാനായിട്ട്. ഇച്ചിരി താമസിച്ച് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ മുന്തിരി ബ്ലീഡ് ആകാൻ തുടങ്ങും. ഇവിടുന്ന് ഇങ്ങനെ ഈ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് വെള്ളം പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും.